ഉള്ള ഫ്ലൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എമിറേറ്റ്സ് അല്ലെങ്കിൽ എത്തിഹാദ് അല്ലെങ്കിൽ ഗൾഫ് എയർവേസ് അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം പേയ്മെൻറ്റ് കുറവാണ്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് അല്പം എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, ഒരു 10,000 അല്ലെങ്കിൽ 20,000 രൂപയുടെ വ്യത്യാസമുണ്ട് ചില സമയത്തോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അവർ അങ്ങനെ വരുത്തുമ്പോൾ അവരതിൽ ലാഭം ഉണ്ടാക്കുന്നത് ഈ ഒരു ലെവലിൽ കൂടെയാണ്. അതായത് ഇതുപോലുള്ള നൂതന ഫുഡ് കൊടുക്കുക, ഒരു ടേസ്റ്റും ഇല്ല അവസാനമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഒരു തവണ ഒന്ന് കഴിച്ചു നോക്കി. അപ്പോൾ അതുകൊണ്ട് അതേപടി ഞാൻ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോലും കഴിക്കാൻ താല്പര്യമില്ല, കാരണം അത്രയും താല്പര്യം, കാരണം എനിക്കറിയാം വരുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം, ടേസ്റ്റ്. അതോടൊപ്പം തന്നെ ബിവറേജായിട്ട് ഇവർ കൊടുക്കുന്നത് ജസ്റ്റ് ചായ, കോഫി, പിന്നെ കൊക്കക്കോള, ജ്യൂസ്, ദാറ്റ്. സത്യം പറഞ്ഞാൽ നമുക്ക് മദ്യം എന്നുള്ള സംഭവം അവർ കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ മദ്യപിക്കണം എന്ന് എപ്പോഴും ഒരു നിർബന്ധവുമില്ല ഫ്ലൈറ്റിൽ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വിദേശികളടക്കം വരുന്നതാണ്. അപ്പം അവർക്ക് എല്ലാ ഫ്ലൈറ്റിലും അവർ കയറുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഫ്ലൈ ചെയ്യുന്നവരെല്ലാം ഈ ഇൻഡിഗോയിൽ മാത്രം വരുന്നവരല്ലല്ലോ. ഈ ഇൻഡിഗോ വിദേശയാത്ര നടത്തുന്ന അല്ലെങ്കിൽ ഇൻഡിഗോ ഇതുപോലെ ദൂരെ ഇൻ്റർനാഷണൽ നടത്താൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ പലപ്പോഴും പല സ്ഥലത്തു നിന്നും ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴും അവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഫ്ലൈറ്റിലും യാത്ര ചെയ്തവർ ഇതിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് വിദേശികൾ വരുമ്പോൾ, അവർ നോക്കുമ്പോൾ ഇതാണ് സംഭവം കാണുന്നത്. അതായത് ഒന്നാമത് നോർമലായിട്ടുള്ള ബിവറേജ് രീതിയില്ല. പിന്നെ നമ്മൾ ആൽക്കഹോൾ വല്ലതും കഴിക്കണമെങ്കിൽ അതിന് പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അത് മറ്റുള്ള എയർലൈൻസിൽ പോയിട്ടുള്ള ഒരാളും ഇൻട്രസ്റ്റ് കാണിക്കില്ല, ഉറപ്പായിട്ടും. ഇതൊരു മൈനസ് മാർക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവരിതിങ്ങനെ ആക്കാൻ മെയിൻ കാര്യം വേറൊന്നുമല്ല, ഇവരിതിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം ഒരല്പം വ്യത്യാസമുണ്ട്. ഒരു 20,000 രൂപയ്ക്കൊക്കെ ഏകദേശം കിട്ടും. അത് ചില സമയത്ത് അങ്ങനെ അത്രയും കാണുകയില്ല, പക്ഷേ എങ്കിൽ പോലും ചെറിയൊരു വേരിയേഷനുണ്ട്. അതിൻ്റെ പുറത്ത് കാണിക്കുന്ന സേവിങ് ആണ്. പക്ഷേ ഇത് വെരി പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തവണ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയപ്പം എനിക്ക് മനസ്സിലാക്കി അതേ മീല് തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു മീലൂടെ വരാനുണ്ട്. ഇത് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന ലെവലിൽ, കാരണം 6:30